ഹലോ ഓൾ, AMVIയുടെ യൂണിറ്റ് 3യിലെ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽസിന്റെ ഒരു 10 മാർക്കിന്റെ പോർഷനിൽ നിന്ന് ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് നമുക്കിന്ന് നോക്കാം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് ആദ്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് ആക്സസ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ട്രെസ്സും സ്ട്രെയിനുമാണ് നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത്. അതിൽ സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വൈ ആക്സിസിലും സ്ട്രെയിൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസിലും ആയിരിക്കും. അതായത് ഗ്രാഫ് നമ്മൾ ഇതുപോലെ കാണിക്കുമ്പോൾ ഇവിടെ എക്സ് ആക്സിസ് മാർക്കിങ്ങും ഇവിടെ വൈ ആക്സിസ് മാർക്കിങ്ങും ആണ് വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഗ്രാഫിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ദെൻ ചില ടേംസിലേക്ക് നമുക്ക് പോയിട്ട് ഗ്രാഫിലേക്ക് കൂടുതൽ വരാം. ഇലാസ്റ്റിക് റീജിയൻ ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണ്? ഇലാസ്റ്റിക് റീജിയൻ. ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് വെൻ ദ ലോഡ് ഇസ് റിമൂവ്ഡ്. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ. അതായത് ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ മാക്സിമം ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനുണ്ടാവുന്ന ചേഞ്ച് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏരിയ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിലേക്ക് എത്രത്തോളം ആ മെറ്റീരിയലിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു, ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിനെ അതിന്റെ ആ ഒരു മെഷർമെന്റ് റീജിയനെ നമ്മൾ ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയും, ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത്. ദെൻ ഈൽഡ് പോയിന്റും നമ്മൾ അതേ മെറ്റീരിയലിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ദ മെറ്റീരിയൽ ബിഗിൻ ടു അണ്ടർഗോ പെർമനന്റ് ഡീഫോർമേഷൻ. പെർമനന്റ് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ അതിന്റെ ചേഞ്ച് ഷേപ്പ് ചെയ്യും. അപ്പൊ ആ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റേജ് ഉണ്ട് അതിൽ. അപ്പൊ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഈൽഡ് പോയിന്റ് എന്നാണ്. അതായത് പെർമനന്റ് ഡീഫോർമേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഒരു പ്രൊപ്പോർഷണാലിറ്റി റേഷ്യോയിലായിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിന് മാക്സിമം സ്ട്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതായത് മെറ്റൽ ആവട്ടെ അല്ലെങ്കിൽ ഒരു വുഡൻ ബ്ലോക്ക് ആവട്ടെ, ഏതും ഒരു സോളിഡ് മെറ്റീരിയൽ ആയാലും അതിലേക്ക് നമ്മളൊരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ആ ഒരു ചേഞ്ച് ഓഫ് ഷേപ്പിലേക്ക് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാക്ചർ പോയിന്റ് ആണ്. ഫ്രാക്ചർ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഈ പറയുന്ന ഈ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന കപ്പാസിറ്റിയും കടന്ന് ആ മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി മാറുന്നു. അപ്പൊ അതിന്റെ ആ ഒറിജിനൽ ഷേപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി അടുത്തൊരു സ്റ്റേജിലേക്ക് മാറി കഴിയുന്നു. അതായത് ഫ്രാക്ചർ പോയിന്റ്, അതാണ് ലാസ്റ്റ് ടേം. ഈ ടേംസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇവിടെ കാണാം സ്ട്രെസ് നമ്മൾ വൈ ആക്സിസിലും സ്ട്രെയിൻ നമ്മൾ എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഒ, എ, ബി, സി, ഡി ആൻഡ് ഡി, അതിൽ ചില പോയിന്റ്സ് ഓൾറെഡി മാർക്ക്ഡ് ആണ്. ബി എന്ന് പറയുന്ന ഈൽ പോയിന്റും ഇ എന്ന് പറയുന്ന എന്താണ്? ഫ്രാക്ചർ പോയിന്റും ആണ്. ഇതിൽ ഒ തൊട്ട് എ വരെയുള്ള പോയിന്റിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഇലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. എന്താണ്? O to A is the ഇലാസ്റ്റിക് റീജിയൻ. അതായത് ഏത് മെറ്റീരിയലിനാണോ സ്ട്രെസ് സ്ട്രെയിൻ, അതായത് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരാൻ സാധിക്കും എന്ന് പറയുന്ന ഏരിയ ആണ് O to A എന്ന് പറയുന്നത്. നെക്സ്റ്റ് A to B എന്ന് പറയുമ്പോൾ അത് B വരെ ആണ്. A to B എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മാക്സിമം വരെ എടുക്കണം, ബി വരെ എടുക്കണം. അതിനെയാണ് നമ്മൾ ഈൽഡ് പോയിന്റ്. ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ്. അതിന് മാക്സിമം ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും അവിടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? ഈൽഡ് പോയിന്റ് എന്ന് പറയുക. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ് ഈൽഡ് പോയിന്റ്. മൈ മെറ്റീരിയൽ ബിഗിൻ ടു അണ്ടർഗോ പെർമനന്റ് ഡീഫോർമേഷൻ. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ടു ബി വരെ ഈൽ പോയിന്റ് ആണെങ്കിൽ അതിനുശേഷം ബി ടു സിയിലേക്കും സി ടു ഡിയിലേക്കും ഇത് കടക്കും. ബി ടു സി അഥവാ സി ടു ഡി, ഈ ബി തൊട്ട് സി വരെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഈ ഗ്രാഫിന് ഒരു ചരിവ് വരുന്നത്. ചരിവ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ തൊട്ടിട്ടാണ്? ഈ ബി തൊട്ട് സി തൊട്ട് പിന്നെ ഇങ്ങനെ അങ്ങ് വേരിയേഷൻ ആണ്. അപ്പൊ ഈ റീജിയൻ ആണ്. ആ റീജിയന് മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അവിടെ കാണിക്കുന്നത്. അതായത് ഈൽഡ് പോയിന്റും കടന്ന്
അതിന്റെ മാക്സിമം ഡീഫോർമേഷൻ സ്റ്റേജിലേക്ക് മാക്സിമം സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിന് വരുന്ന മൊത്തത്തിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ C/D ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ദെൻ ദ ഫൈനൽ സ്റ്റേജ്, ഈ സ്റ്റേജും കടന്ന് ആ മെറ്റീരിയൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് D തൊട്ടിട്ട് E വരെ എത്തുമ്പോൾ അത് ഏത് പോയിന്റിലേക്ക് എത്തി? ഫ്രാക്ചർ പോയിന്റിലേക്ക് എത്തി. അതായത് ഈ പറയുന്ന ഒരിക്കലും അതിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, തിരിച്ചതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരാൻ സാധിക്കാണ്ട് അത് D തൊട്ട് E വരെ ഫുള്ളി കംപ്ലീറ്റ്ലി അതിന്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിച്ച് അത് എന്ത് ചെയ്യുന്നു? ഫ്രാക്ചർ പോയിന്റിലേക്ക് എത്തി അടുത്ത സ്റ്റേറ്റിലേക്ക് കംപ്ലീറ്റ്ലി മാറുന്നു. അപ്പൊ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ OA, AB, BC and DE, we can understand the terms, understand the stress strain graph clearly. ഇത് വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ദെൻ നമ്മുടെ CCയില് ഫ്രീഡം സെയിലിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ AMVIക്കും നമുക്ക് ഓഫർ കിട്ടുന്നതാണ്. അപ്പൊ ഓഫറുകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ബോർഡിംഗ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.